തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീപാറും പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇവിടെ UDF-നും LDF-നും ഒരുപോലെ തലവേദനയാകുന്നത് വിമതരാണ്. പരിശോധിക്കാം തദ്ദേശത്തിൽ തലസ്ഥാനത്തെ ബലാബലം. കൃത്യമായ കണക്കുകളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, എങ്ങനെയാണ് നിലവിലെ കോർപ്പറേഷനിലെ കക്ഷിനില? മൂന്ന് മുന്നണികളുടെയും മേയർ സ്ഥാനാർത്ഥി ആരൊക്കെയാണ്? എന്തൊക്കെ സംഭവിക്കാനാണ് പോകുന്നത്? ജീന, തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു സ്റ്റാർ മണ്ഡലം തന്നെ, അല്ലെങ്കിൽ കോർപ്പറേഷൻ തന്നെയാണ്. മത്സരങ്ങൾ കൊണ്ട് അത് ശ്രദ്ധേയമാണ്. ആര്യ രാജേന്ദ്രനൊക്കെ കഴിഞ്ഞ തവണ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ സ്ഥാനത്തേക്ക് വന്നത് ലോകതലത്തിൽ ചർച്ച ചെയ്തതാണ്. ലോകാന്തര മാധ്യമങ്ങളൊക്കെ തന്നെയും അത് വാർത്തയാക്കിയതാണ്. നിലവിലത്തെ ഒരു കക്ഷിനില, അതായത് സിറ്റിംഗ് കോർപ്പറേഷന്റെ ഒരു കക്ഷിനിലയാണ് നമുക്കിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. ആകെ വാർഡ് 100, അതിൽ LDF 56, BJP 34, UDF 10 സീറ്റ് എന്നിങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. 101 വാർഡാണ് ആകെ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത്. ഇത് കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ്. ഇനി ജീന സൂചിപ്പിച്ചതുപോലെ മേയർ സ്ഥാനത്തേക്ക് ആരൊക്കെയാണ് പരിഗണിക്കുന്നത്? നമുക്ക് CPM-ലേക്ക് തന്നെ പോകാം. തിരുവനന്തപുരത്തിന്റെ അടുത്ത മേയർ ആര്? CPM പരിഗണിക്കുന്ന പ്രഥമ പേരുകളിൽ ഒന്ന് SP ദീപകിന്റേതാണ്. ദീപക് ശിശുക്ഷേമ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഒപ്പം തന്നെ നിലവിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരെ കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ ശബരിനാഥനാണ് അവിടെ മേയർ സ്ഥാനത്തേക്ക് UDF പരിഗണിക്കുന്നത്. നമുക്കറിയാം, അരുവിക്കരയുടെ മുൻ MLA ആണ്. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ UDF അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ശബരിനാഥനെയാണ്. അപ്പോൾ പ്രചരണത്തിൽ ഒരുപടി മുൻപിൽ നിൽക്കുന്നത് UDF തന്നെയാണ്. മറ്റൊന്ന്, BJPയുടെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന രണ്ട് പേരുകളാണ്. ആദ്യത്തേത് R ശ്രീലേഖയുടെ പേരാണ്. മുൻ DGP, ഇപ്പോൾ BJP സംസ്ഥാന ഉപാധ്യക്ഷയാണ്. മറ്റൊരാൾ VV രാജേഷാണ്. BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ്. ഇപ്പോൾ BJP സംസ്ഥാന സെക്രട്ടറിയാണ് VV രാജേഷ്. ഇങ്ങനെ മൂന്ന് മുന്നണികളുടെയും മേയർ സ്ഥാനാർത്ഥികളെയാണ്, അല്ലെങ്കിൽ മേയർ ഗണത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇനിയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. മുന്നണികളിലെ വിമതശല്യം വലിയ തലത്തിൽ ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയാണ്. MS കുമാർ BJP നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെയും അവിടെ BJPക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നുള്ള ഒരു പ്രചരണം ആ ഘട്ടങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വന്തമായി സ്ഥാനാർത്ഥി നിർത്തിയത് വലിയ തരത്തിൽ അവിടെ പ്രചരണത്തിൽ ഒരു മുന്നോക്കം കൂട്ടുകയും ഒപ്പം തന്നെ അതും ഒരു സ്വാധീന ഘടകമായി മാറാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ പതിവ് പോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്തവണയും അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. അതായത് മുൻ ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ, സ്മാർട്ട് സിറ്റിയുടെ അവകാശവാദങ്ങൾ, ഒപ്പം തന്നെ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവിടെ വലിയ തലത്തിൽ ചർച്ചയാവാനുള്ള സാധ്യതകളുണ്ട്. മാലിന്യ പ്രശ്നം നമുക്കറിയാം. ആമേഴഞ്ചാൻ തോടിലുള്ള മാലിന്യങ്ങൾ, അതുപോലെ തന്നെ തലസ്ഥാന നഗരത്തിൽ വലിയ തലത്തിൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ട്. അത് പരിഹരിക്കേണ്ട അനിവാര്യത ഏറ്റവും വലുതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ആമേഴഞ്ചാൻ തോട്ടിലെ തൊഴിലാളിയുടെ മരണം, ശുചീകരണ തൊഴിലാളികളുടെ നിയമന വിവാദം ഒക്കെ തന്നെയും അവിടെ ചർച്ചാ വിഷയമാണ്. CPM കൗൺസിലറുടെ കൈക്കൂലി. മറ്റൊന്ന്, തലസ്ഥാന നഗരത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് പാർക്കിംഗ് പ്രശ്നം തന്നെയാണ്. തലസ്ഥാന നഗരിയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന വിഷയത്തിൽ ഒന്ന് തലസ്ഥാന നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ചർച്ചാ വിഷയങ്ങൾ. ജീന.